നിങ്ങൾ ഇനി വണ്ണാണേ എനിക്ക് കൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല. എന്തൊരു ബലം. അമ്മ നിങ്ങൾ എണീറ്റാണ്. നിങ്ങൾ ഇവിടെ കയറി ഇങ്ങനെ കിടന്നാ പറ്റില്ല. ഞാൻ പറഞ്ഞു തരാം. അയ്യോ ഒന്നുമില്ല. അയ്യോ ഒന്നുമില്ല. ചത്തുപോവുകയും ചെയ്യും. അവധിക്ക് നമ്മളെ ഇട്ടിട്ട് പെയ്യത്. ചത്തവറ്റി കിടക്കണില്ല. ചത്തവറ്റി കിടക്കണ്ട. ചത്തവറ്റി കിടന്ന അവരൊക്കെ അച്ഛനമ്മയെ പിടിച്ചും കൊണ്ട് ചത്തവറ്റി കൊണ്ടില്ല. ഇതെന്ത് ഇവിടെ കിടക്കണ? ചത്തവറ്റി പെണ്ണില്ല. അതുകൊണ്ട് ചത്തവറ്റി പാടില്ല. ചത്തവറ്റി വീട്ടില് അമ്മ അച്ഛനും ചത്തയും നമ്മളെ വേണ്ടെന്ന് അവര്. അതുകൊണ്ട് ഇവിടെ കിടക്കണ. എഴുന്നേരം അങ്ങോട്ട്. ഇതെന്ത് കാണിക്കണം? എഴുന്നേക്കാൻ അങ്ങോട്ട്. അല്ല ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ പോണില്ലേ? വീട്ടിൽ പോവാൻ പാടില്ല. ഞാൻ വീട്ടിൽ പാടില്ല. വീട്ടിൽ ചെല്ലില്ല. പിന്നെ ഇവിടെ കിടക്കാൻ പോണാ? ഞാൻ ഇവിടെ കിടക്കണം. രണ്ടാകത്ത് പോ, മക്കളങ്ങകത്ത് പോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടെ കിടന്നാലേ അല്ലെങ്കിൽ നിങ്ങൾ അകത്ത് കയറിക്കടാ. ഓരോരും കിടക്കണില്ല, ഇവിടെ കിടക്കണുള്ളൂ. അച്ഛ ചേച്ചി ഇതെന്തിന്? അമ്മ ഒന്നുകിൽ അവിടെ കിടാ, ഇല്ലെങ്കിൽ ഇവിടെ കിടാ. അവന്റെ വീട്ടിൽ കിടക്കില്ല, ഞാൻ ഇവിടെ കിടക്കുള്ളൂ. പിന്നെ അമ്മ നിങ്ങളെ വീട്ടിൽ പോയി കിടാ. ഞങ്ങൾ വീട്ടിൽ സ്ഥലമില്ല. അതുകൊണ്ട് അവിടെ വീടുണ്ട്, ആ വീട്ടില് സ്ഥലമുണ്ട്, അവിടെ പോയി കിടാ. അവിടുത്തെ വീട്ടില് സ്ഥലമില്ലേ? നിങ്ങൾ എന്നും കിടക്കണ വീട്ടില് സ്ഥലമില്ലേ? അവിടെ പോയി കിടാ. ഞാൻ കൊന്നാലും വീട്ടിൽ പോകൂല. സന്ധ്യ ഞാൻ കൊന്നാലും വീട്ടിൽ പോകൂല. മഴയാണ്, തണുപ്പുണ്ട്, കൊതുക് കടിക്കും. പിന്നെ ഇവിടെ കിടന്ന വല്ല ഊരണതും വരും. നിങ്ങൾ ഇവിടെ കയറി കിടന്നാ നിങ്ങൾ വീട്ടിൽ പോയി കിടാ. ഇവിടെയും കിടക്കൂല, അവിടെയും കിടക്കൂല. ഇവിടെ കിടക്കാൻ പറ്റൂല അമ്മ. ഈ വെയിൽ മുറ്റത്ത് കിടന്ന എന്തോന്ന് ആരെയും കണ്ടാൽ തന്നെ ഞാൻ ഇവിടെ പിടിച്ച് കിടത്തിയെന്ന് പറയൂലേ? പോകൂല. എന്നെ കൊന്നാലും പോകൂല. മോ ഇപ്പൊ വരും. നിങ്ങൾ ഇവിടെ കയറി കിടന്ന് വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങൾ എനിക്ക് അങ്ങ് പോയി കിടക്കമ്മ. നീ പറഞ്ഞാൽ അങ്ങ് കൊണ്ടുപോയി കിടക്കാം. വേണ്ട എന്നെ തുറന്ന. നിങ്ങൾ നമുക്ക് അവിടെ പോയി കിടക്കാം. വേണ്ട. അയ്യോ ഇതെന്തോന്ന് ആരെങ്കിലും കണ്ട എന്തോന്ന് വിചാരിക്കൂല? ഈ പാതിരാത്രി ഇതെന്തോന്ന് കാണിക്കുന്നത്? മോ വന്ന ആകെ ദേഷ്യപ്പെടുവേ. അമ്മ ഇങ്ങോട്ട് എണീറ്റാണ്. എണീച്ചു വന്ന എന്നെ തുറന്ന. ഒന്നുമില്ല, നീ വരാനായിട്ട് ഒന്നുമില്ല. ശോഭൂന് വയ്യ. കണ്ടാ നിങ്ങളുടെ സൗണ്ട് കേട്ടപ്പോ ഡോറ വന്നത് കണ്ടാ? ഡോറ വന്നപ്പോ ശോഭനയുടെ ദേഷ്യമൊക്കെ പോയി ചിരിച്ചു. ഇത്രേ ഉള്ളൂ ഡോറ. അമ്മ അത് ചിരിച്ചു. അനിപ്പ ഞാൻ പോണില്ല. എന്നെ കൊന്നാലും ഞാൻ പോകൂല. അവര് എല്ലാവരും വീട്ടിനകത്ത് നമ്മളൊക്കെ കയറ്റില്ല. ആര് ചത്ത വീടത്? അമ്മ അച്ഛനും. ആരുടെ അമ്മ അച്ഛനും? അമ്മ നിങ്ങളെ അമ്മ അച്ഛനും അപ്പൂപ്പനും. ഇവിടുത്തെ വലിയ വീട്ടിലല്ലേ അമ്മ? കുടുംബ വീട്ടിലല്ലേ അവര് മരിച്ചത്? കുടുംബ വീട്ടിൽ തന്നെ. ഇതിപ്പോ കൊച്ചു വീടല്ലേ? ഇത് കുഞ്ഞു വീടല്ലേ? ഇത് നമ്മൾ പുതുതായിട്ട് വെച്ച വീടല്ലേ? നിങ്ങൾ പറഞ്ഞ അച്ഛനും അമ്മയും മരിച്ചത് ഇവിടെ വലിയ പഴയ തറവാട് വീടല്ലേ ഇരുന്ന? ഇത് പുതുതായിട്ട് വെച്ച വീടല്ലേ? നിങ്ങൾ ഞാൻ കൊണ്ട് അവിടെ ആക്കി തരാം. വേണ്ട എന്നെ തുറന്ന. അമ്മ എനിക്ക് നിങ്ങളെ പുറകെ നടക്കാൻ വയ്യമ്മ. എനിക്ക് ജോലി കിടക്കും. നിങ്ങൾ മോ വരും മുമ്പ് ഞാൻ വീട്ടിൽ കൊണ്ടാക്കി തരാം. മോ വന്ന് എന്ത് ചെയ്യും? മണി 10 ഇനി എപ്പോ ഇത്തിരി കൂടെ ഞാൻ ഗുളിയൊക്കെ മരുന്നൊക്കെ ഗുളിയെ തിന്നുകൊണ്ട് അവിടെ ചെന്ന് കിടക്കും. ഗുളിയൊക്കെ ഗുളിയൊന്നും തിന്നില്ല. ഗുളിയൊക്കെ തിന്നും കൊണ്ട് അവിടെ ചെന്ന് കിടക്കും. ഗുളിയെ തിന്ന് നീ
ഗുളിക തന്നെന്ന്. എണീര് അങ്ങ് പോയി കിടക്കാം. ഇപ്പൊ വേണ്ട. അമ്മ ഗുളിക തന്ന്, നിങ്ങൾ എണീറ്റ് വാ. ഇപ്പൊ ഒന്നും പോണ്ട. നിങ്ങൾ ഇനി വണ്ണാണേ എണീറ്റ് ഇപ്പൊ വന്നേ. ഒന്നും വേണ്ട. നിങ്ങൾ വേണ്ട എണീറ്റ് വേണ്ട 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 വേണ്ട. കൊണ്ട് പിടിക്കാൻ പറ്റണില്ല, എന്തൊരു ബലം. അമ്മ നിങ്ങൾ എണീറ്റാണ്. നിങ്ങൾ ഇവിടെ കയറി ഇങ്ങനെ കിടന്നാ പറ്റില്ല. ബാ ഞാൻ പറഞ്ഞുതരാം. ബാ എണീര് എണീര്. അയ്യോ പാട്ടി 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 ഒന്നുമില്ല എന്റെ കാത്ത് കാല് കാല് നക്കണം. ഒന്നുമില്ല. അയ്യോ ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. പാട്ടി പാട്ടി ഇല്ല അവർക്ക് ഒന്നുമില്ല ഒന്നുമില്ല. ആ ഓ അമ്മ നിങ്ങളെ പിടിച്ച് ഞാൻ എണീപ്പിച്ച പട്ടി വന്ന് പിടിക്കും. വാ വാ കണ്ടല്ലോ അല്ലേ, ഡോറ അച്ചാമ്മ ഇത് ശോഭനാമ്മ ഇച്ചിരി മാറിയ ഡോറ ഓടി വരും. അമ്മ എനിക്ക് നിങ്ങളെ പിടിക്കാൻ പറ്റില്ല, പിടിച്ചാ പട്ടി വന്ന് ഇതാ കണ്ട അതാ പറഞ്ഞ ഡോറ ഡോറ വേണമെങ്കിൽ എണീര്. ഞാൻ പറയണേള് നമുക്ക് നോക്കാം ആ വീട്ടിൽ ആര് ചത്തയെന്ന് നോക്കിട്ട് വരാം. ബാ പട്ടി കാരണം പിടിക്കാനും വയ്യ, ശോഭനായിട്ട് അനങ്ങയുമില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഗുളിക ഞാൻ പോട്ടാ, ഞാൻ ആ വീട്ടിൽ പോട്ടാ. അവിടെ ചെന്ന് കിടക്കാം. ഞാൻ പോയി നോക്കിട്ട് വരട്ടാ. നോക്കിട്ട് വാ. ഞാൻ പോയി നോക്കേ. ഞാൻ നോക്കിട്ട് വരാമേ. അപ്പൊ എന്റെ കൂടെ വരുവോ? വരുവല്ല വരുവല്ല. ഞാൻ നോക്കിട്ട് വന്നാ നിങ്ങൾ എന്റെ കൂടെ വരുവല്ല? വരൂലേ? ഞാൻ വരില്ല. നോക്കിട്ട് വന്നാലും വരൂലേ? നോക്കിട്ട് പോയി അവിടെ ചെന്ന് നോക്കാം. ഞാൻ അവിടെ ഭാഗത്ത് തലങ്ങണി വരുമ്പോ അവിടെ ഞാൻ നോക്കിട്ട് വരാം. വീട്ടിൽ പോവാൻ പറഞ്ഞ ചത്ത വീട്ടിലൊക്കെ പോവാനാണ് ഞാൻ ഇരിക്കണേ. അവളെന്റെ പറയും ചത്തവ രീതിയൊക്കെ പോവാൻ. ഞാൻ ചത്തവ രീതിയൊക്കെ പോവാനാണ് ഇരിക്കുന്നേ. എന്ത് ചെയ്യാനോ. അങ്ങനെ ഉണ്ടെങ്കി ചത്തവരെ വീട്ടിനകത്തൊക്കെ പോയി കല്യാണം നടത്താൻ. ചത്ത വീട്ടിലൊക്കെ പോണം. ഇരിക്കുമ്പോ അവർക്ക് ഓരോന്ന് തോന്നും. ചത്ത വീട്ടിലൊന്നും പോകാൻ പോവില്ല. എന്നെ കൊന്നാലും ഞാൻ പോവില്ല. ചത്തവരെ വീട്ടിലാണ് ഞാൻ പോവില്ല. അങ്ങനെ പോക്കൊന്നുമില്ല. ചത്തവരെ വീട്ടിലൊക്കെ പോണം. ചത്തവരെ വീട്ടിലൊന്ന് പോകാനൊന്നും എനിക്ക് വയ്യ. ഞാൻ അങ്ങനെ പോയിട്ടില്ല, പോയില്ല. ചത്തോരെ വീട്ടിലാണ് എനിക്ക് മരണത്തിന് വയ്യ. അങ്ങനെയുള്ളവരൊന്നും ഇല്ല. ചത്തോരെ വീട്ടിലൊക്കെ മരണത്തിന് ഇതിപ്പോ എന്താ പ്രശ്നം പറ്റിയെന്നറിയോ? എല്ലാരും പറയും അമ്മയെ കൊണ്ടൊന്നും ചെയ്യിക്കരുത്, വെറുതെ എടുക്കാന്ന് പറയും. യഥാർത്ഥത്തില് അമ്മയെ വെറുതെ ഇരുത്തിയുള്ള സൈഡ് എഫക്റ്റ് ആണ്. അമ്മയ്ക്ക് ചിന്തിക്കാനുള്ള അവസരം കൊടുത്തു പോയാൽ പിന്നെ അമ്മ ഇങ്ങനെ ഓരോ ഇത് ആലോചിച്ച് ഇത് തന്നെയാണ് അവസ്ഥ. ഇതുകൊണ്ടാണ് അമ്മ ഇനി ഒരു സെക്കൻഡ് വെറുതെ ഇരിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ അത് ചെയ്യമ്മ ഇത് ചെയ്യമ്മ അത് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ജോലിയിൽ എൻഗേജ് ആകുമ്പോൾ മാക്സിമം നോക്കിയിട്ട് വെറുതെ ഇരുത്താറേ ഇല്ല ഞാൻ. ഡോക്ടർമാര് നമ്മൾ ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട് ഏകാന്തമായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള അവസരം കൊടുക്കരുത്, എന്തെങ്കിലുമൊക്കെ കാര്യത്തില് മോസ്റ്റ് എൻഗേജ് ആക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മാക്സിമം അത് ചെയ്യിക്കും. 2 ദിവസം കൊണ്ട് ഞാൻ ആശുപത്രിയിലും നടക്കണുണ്ടേ. എനിക്ക് ചെറിയ ഇൻഫെക്ഷൻ ആക്കി വീണ്ടും. അപ്പൊ ഞാൻ ഇവിടെ വീട്ടിൽ ശ്രദ്ധിക്കാനില്ല. അപ്പൊ അമ്മ ഇങ്ങനെ കസേരയിൽ കാടിയിൽ കഴിഞ്ഞ് വെച്ച് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും ഇത് ചെയ്യാനെന്ന്. ഇടയ്ക്കൊരു സമയത്ത് ഉറങ്ങുമായിരുന്നു. ഉറങ്ങിയ പകുതി ഒരു ബുദ്ധിമുട്ട് ഉറങ്ങത്തൊന്നുമില്ല. ഇങ്ങനെ ആടില്ല. കൊട്ടാരക്കര പോയിട്ട് വന്നിട്ട് നമുക്ക് ഉള്ളിൽ പോയി. ഇനി കുറച്ച് ദിവസം ഇങ്ങനെ ആയിരിക്കും. അത് റിക്കവർ എടുക്കാൻ സമയം എടുക്കും. എല്ലാരും പറയും അമ്മ ഒരുപാടെടുത്ത് കൊണ്ടുപോകും, അമ്മയെ പോകുന്നിട്ടെല്ലാം കൊണ്ടുപോകുന്നൊക്കെ. അമ്മയെ കൊണ്ടുപോകാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ കൊണ്ടുപോയാൽ ഇതാണ് കുഴപ്പം, പ്രശ്നമാവും. ഇങ്ങനെ പോയി ഇങ്ങനെ സമാധാനിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുമോ നോക്കട്ടെ. പാടും വീട്ടിലും കൂടെ മരണത്തിന് പോകണമെന്ന് അവരൊക്കെ ആരും ചത്തിട്ടില്ല. ഞാൻ എന്തോ പോയി ലൈറ്റ് ഇട്ട് കട്ടി തിരിച്ച് പായും മെത്തേക്ക് ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഞാൻ അതാ നേരെ വെച്ചിട്ട് വന്നിരിക്കുന്നു. ഞാൻ പായക്കിടക്കണില്ല അവിടെയൊക്കെ. ശരി എന്റെ കൂടെ ഒന്ന് വരുമോ? ഒന്ന് അതുവരെ വരുമോ? ഞാൻ വരുന്നില്ല.
വാന്ന് ഞാൻ വരില്ല. ഇപ്പൊ വേണം, പോയിട്ട് തിരിച്ചു വരാം. പോയിട്ട് തിരിച്ചു വന്ന് കിടന്നോ. ഏയ് ഞാൻ വരില്ല. അമ്മ പോയിട്ടേ തിരിച്ചിവിടെ വന്ന് കിടന്നു. ഞാൻ വരില്ല. എനിക്ക് വയ്യ, ഞാൻ വരില്ല. പിടിക്കാൻ. എനിക്കാണെങ്കിൽ വയ്യ, എനിക്ക് തലവേദനയൊക്കെയുണ്ട്. നിങ്ങൾ വാ, വേണ്ട അവിടെ പോയിട്ടേ. ഞാൻ വരില്ല, വരില്ല. എന്നെ കൊന്നാലും ഞാൻ വരില്ല. ഞാൻ പറയണ കേള്. ഞാൻ വരില്ല, വരില്ല. അവിടെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാൻ വരില്ല. തിരിച്ച് വന്നിട്ട് കിടക്കണമെങ്കിൽ വരാം. വന്ന് ഇവിടെ വന്ന് കിടക്കാം. തിരിഞ്ഞ് വരും. ഇനി പഴിച്ച് തിരിഞ്ഞ് വരും. ശരി വാ. ഞാൻ പിടിക്കണോ? വേണ്ട, വേണ്ട, വേണ്ട. പോയിട്ട് തിരിച്ചിങ്ങ് വരാമേ. പോട്ടെ. അവിടെ ആരുമില്ലല്ലേ? ഉറപ്പല്ലേ? അവിടെ ആരുമില്ല, ഉറപ്പ് തന്നെ. ഞാൻ പോയി കണ്ട ലൈറ്റൊക്കെ ഇട്ട് നോക്കി, അവിടെ ആരുമില്ലെന്ന് ഉറപ്പാക്കി. അവിടെ ആരിയ്ക്കുന്ന ആരുമില്ല. കണ്ട ആരെങ്കിലും ഉണ്ടാ? ആരെങ്കിലും ഉണ്ടാ? കുറച്ച് അഞ്ചേ കിടക്കും. ആരെങ്കിലും ഉണ്ടാ? ഇപ്പൊ അന്ന് കിടക്കണ്ടേ? ആരെങ്കിലും ഉണ്ടാ? ഇപ്പൊ ഇവിടെ ആരെങ്കിലും ഉണ്ടാ? ഇപ്പൊ ഇവിടെ ആരുമില്ല. ഇല്ലല്ല. അപ്പൊ ഇനി കുറച്ചേരം ഇവിടെ കിടാ. കുറച്ചേരം ഇവിടെ ഇരിക്കും, ഞാനും കൂടെ ഇരിക്കാം. ഇവിടെ ആരെങ്കിലും ഉണ്ടാ? ആരുമില്ലല്ലോ. ഇവിടെ ഇരിക്കാൻ വല്ല കുഴപ്പമില്ല. കുറച്ചേരം ഇവിടെ ഇരിക്കുമെങ്കിൽ കിടക്കാം. ആര്? നിങ്ങള്. ആര്? നിങ്ങള്. ഞാൻ ഇവിടെ ഇരിക്കുമെങ്കിൽ കിടക്കാന്നാ? കുറച്ചേരം ഇവിടെ ഇരിക്കുമെങ്കിൽ കിടക്കാം. ഞാൻ ഇവിടെ ഇരുന്നാ കിടക്കോ? ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ചുമ്മാ ഇരിക്കും. ചുമ്മാ എങ്ങനെ ഇരിക്കണോ? അവിടെ കൊച്ചുങ്ങളെ കാര്യമൊന്നും നോക്കിയില്ലമ്മ. ഇവിടെ ഇരിക്കുക, അത് വന്നു എനിക്കറിയില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുമെങ്കിൽ ഞാൻ കിടക്കണം. അമ്മ അതൊന്നും അറിയണ്ടെന്ന് പറഞ്ഞ കൊച്ചു കുട്ടികളല്ലേ, അവരാരും ഞാനല്ലേ നോക്കാനുള്ളൂ. നിങ്ങളാരും പോലെ ഞാൻ കുറച്ച് നിങ്ങളിപ്പോ തറയിലാ കിടക്കണ? തറയിൽ കിടക്കാം. കുറഞ്ഞ വീണ്ടും തന്നെ. അപ്പൊ ഞാൻ തൂത്തേക്കണേ. അപ്പൊ ഇന്ന് തറയിൽ കിടക്കോ കട്ടിലിൽ കിടക്കോ? തറയിൽ കിടക്കാം. തറയിൽ കിടക്കോ? അല്ലെങ്കിൽ വേണ്ട, ഇന്ന് കട്ടിലിൽ കിടക്കാം. ഇന്ന് കട്ടിലിൽ കിടക്കാന്നാ? അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യും, തലയിണയൊക്കെ എടുത്ത് വൈ, കട്ടിലിൽ വൈ. തലയിണയൊക്കെ എടുത്ത് കട്ടിലിൽ. ഇത് തോണ്ടിക്കുമ്പോ ഓരോന്ന് തോന്നും. ഓരോന്ന് തോന്നും. അത് ഈ വെറുതെ ഇരിക്കണോണ്ടല്ലേ ഓരോന്ന് തോന്നണത്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയില്ല, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒന്നും തോന്നൂലാന്ന്. ചുമ്മാ ഒരേ ഇരിപ്പാ കസേര കയറി ഇരിക്കുമ്പോഴല്ലേ ഈ ഓരോന്ന് തോന്നണത്. 2 ദിവസം ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന കുഴപ്പങ്ങളാണ് ഇതൊക്കെ. 2 ദിവസം ഇത് കുടഞ്ഞ് ചെയ്താണ്. ശരി, ഇവിടെ ഉണ്ട്. എവിടെ ഇരിക്കണം? തലയണ അങ്ങനെയല്ലല്ലോ അമ്മ, തലയണ തിരിച്ചല്ലേ വെക്കേണ്ടത്. അങ്ങനെയാണ് തലയണ വെക്കേണ്ടത്. എനിക്ക് ഇങ്ങനെ എന്തൊക്കെ തോന്നും, അതാണ് പറയണത്. അത് ചുമ്മാ ഇരിക്കണ്ട, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, അപ്പൊ തോന്നൂല. ഇനി കിടക്കോ? ഇനി കിടക്കാം. നിങ്ങളിവിടെ ഇരിക്കുമെങ്കിൽ ഞാൻ കിടക്കാം. എന്തെങ്കിലും തോന്നലുകൾ വരുമ്പം ഇവിടെ ഞാനിപ്പോ ഒറ്റയ്ക്കല്ല, എനിക്ക് മോനുണ്ട്, മോന്റെ ഭാര്യയുണ്ട്, 2 മക്കളൊക്കെ ഉണ്ട്, പിന്നെ ഇത്രയും പട്ടികളുണ്ട് എന്നൊക്കെ ചിന്തിക്കണം കേട്ടാ. അപ്പൊ ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിൽ ഒരു തോന്നലും വരൂല. നമ്മളെ പഴയ വീട് ഇടിച്ചു കളഞ്ഞിട്ട് എത്ര വർഷമായി? എനിക്ക് തോന്നണത് 10 വർഷമായില്ലേ പഴയ വീട് ഇടിച്ചു കളഞ്ഞിട്ട്. ആ വീട്ടിലല്ലേ അച്ഛനും അമ്മയും മരിച്ചത് അല്ലേ? ഈ വീട് വെച്ചിട്ട് നമ്മൾ എത്ര 10 വർഷമല്ലേ ആവണോളൂ? നിങ്ങൾ അച്ഛനും അമ്മയും മരിച്ചിട്ട് 10-20 വർഷത്തിൽ പുറത്തായില്ലേ? പിന്നെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റല്ലേ? ഇങ്ങനെയൊന്നും ആലോചിക്കരുത്. ഇങ്ങനെയൊക്കെ തോന്നുമ്പോ തന്നെ ഉടനെ എന്റെ അടുത്ത് ഓടി വരണം കേട്ടാ. ഒരു മുറി വീടല്ലേ അമ്മ? ഒരു മുറി വീടെന്ന് പറഞ്ഞാൽ നിങ്ങളല്ലേ ഈ 5-6 മുറിയുള്ള വീട് വേണ്ടാന്ന് പറഞ്ഞാൽ അതിനെ ഇടിപ്പിച്ചത്. ആ വീട് കിടന്നിരുന്നെങ്കിൽ ആ വീട് വാടകയ്ക്ക് കൊടുത്താൽ 10-15,000 രൂപ വാടക കിട്ടും. അത്രയും നല്ലൊരു വീടായിരുന്നില്ലേ? നല്ല വലിയ വീടായിരുന്നു, തറവാട് വീടായിരുന്നു, കുറച്ച് മുറികളും ഒക്കെ ഉള്ള എല്ലാ വലിയ മുറികളും ഒക്കെ ഉള്ള പണ്ടത്തെ തറവാട് വീട്. അറയൊക്കെ ഉള്ള നെല്ലറയും പട്ടായ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അതിനകത്ത്, എല്ലാം മറന്നുപോയി.
തട്ടൊക്കെ അടിച്ചിട്ടുള്ള മച്ചിൻ മേളിലൊക്കെ കയറാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വീടായിരുന്നു. അതിനെ ഇടിപ്പിച്ചത് ഈ ഒരു മുറി വീട് വേണമെന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഈ ഒരു മുറി വീടാക്കിയത്. ഇതാണ് ഒരു പരിധി കൂടുതൽ നമുക്ക് ഈ അമ്മയെ ഒറ്റയ്ക്ക് ഇരുത്താനൊന്നും പറ്റൂല. ഇരുത്തിയ ഇതാണ് പ്രശ്നം. എനിക്ക് പിന്നെ ഇത് കാണൂല. ഇപ്പൊ പേടി മാറിയോ? ഇപ്പൊ പേടി മാറിയാ? കുഴപ്പമില്ലേ, കിടക്കാല്ല. അമ്മ ഈ മരിച്ചവരാരും ഉപദ്രവിക്കൂല. മരിച്ചവര് പോയി. അവര് ഏതെങ്കിലും ലോകത്തിരുന്ന് നമ്മളെ കാണുന്നുണ്ടാവും. നമ്മളെ സന്തോഷത്തോടെയാണോ ജീവിക്കണമെന്നൊക്കെ അവര് കാണും. അല്ലാണ്ട് അവരാരും ഉപദ്രവിക്കാൻ വരില്ല. ഉപദ്രവിക്കുന്നത് മനുഷ്യരേ ഉള്ളൂ. മരിച്ചുപോയവരാരും നമ്മളെ ഉപദ്രവിക്കില്ല. മനസ്സിലായോ? മനുഷ്യരെ ഉപദ്രവിക്കുള്ളൂ. നമ്മളിപ്പോ ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോവേയില്ലേ? മനസ്സിലായാ? മരിച്ചവരാരും തിരിച്ചു വന്ന് നമ്മളെ ഉപദ്രവിക്കൂല. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യരെ കൊണ്ട് ഉപദ്രവമുള്ളൂ. ഇനി കിടന്ന് ഉറങ്ങിക്കോ. ഇനി ഉറങ്ങല്ല. സമയം 10 മണിയായി. നിങ്ങൾ കിടന്നു. പിള്ളേരെ കാര്യങ്ങളും കൂടെ ഒക്കെ നോക്കണ്ടേ. അവർക്ക് ആഹാരം ഒന്നും ഞാൻ കൊടുത്തില്ല. നിങ്ങൾ കിടക്കി. കിടന്നുറങ്ങണേ. കണ്ണടച്ച് കിടന്നുറങ്ങിക്കോ കേട്ടാ. കേട്ടാ കേട്ടാ. അപ്പൊ ഇന്ന് തങ്കം ആലോചന ഇതായിരുന്നു. ഞാൻ ആലോചിക്കുകയും ചെയ്ത് പകൽ മുഴുവൻ എന്താണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത്. അതിലെ ഇപ്പൊ രാത്രിയിൽ ഒരുവിധം ഒതുക്കി. എന്നും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു എല്ലാം നമ്മള് പകർത്തുന്നില്ലാന്നേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നു. ഞാൻ കരുതി ലൈറ്റൊക്കെ അണച്ചിരുന്നോണ്ട് ഞാൻ കരുതി പോയി കിടന്നു കാണുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി രാത്രി ഒരു 2-3 റൗണ്ട് ചേട്ടനെ കറക്കമുണ്ട്. അപ്പൊ അതുകൊണ്ട് ചേട്ടൻ ശ്രദ്ധിക്കും. രാത്രി വന്ന് 2-3 തവണ നോക്കും. ഞാൻ നോക്കിയില്ലെങ്കിലും ചേട്ടൻ വന്ന് നോക്കും. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് കാണും. പക്ഷെ ഇപ്പൊ നന്ദപ്പൻ മൂത്രമൊഴിക്ക് ഇറങ്ങിയതുകൊണ്ട് അതിപ്പോ കണ്ടേ. ഇല്ലായിരുന്നെങ്കിൽ എപ്പൊ കാണത്തില്ലായിരുന്നു. എപ്പൊ കാണാനായിട്ടാ? എന്തായാലും കൊള്ളാം. ഉറങ്ങിക്കോ. ഞാൻ പോണേ. ഇപ്പൊ പേടിയൊക്കെ മാറിയാ? രാവിലെ വരാം. ശരി. ചോറ് തിന്നാൻ രാവിലെ ചോറല്ലല്ലോ അമ്മ, കാപ്പിയല്ലേ. രാവിലെ തരാം. ഗുളിക വേവാൻ ചിഹ്നം. ഓ ശരി. ഗുളിക വാങ്ങിച്ചില്ല. പോട്ടാ. ഈ ലൈറ്റ് ഇട്ടിട്ടുണ്ടേ. ഇനി ലൈറ്റ് കിടക്കട്ടെ കേട്ടാ. ലൈറ്റ് ഓഫ് ചെയ്യണില്ല കേട്ടാ. സിംബാമ്പൂ നമുക്ക് പോവാം. ഇന്ന് തങ്കം കഴിഞ്ഞു. ഇന്ന് തങ്കം കഴിഞ്ഞു. ഇനി നാളെ നമുക്ക് പോവാം.